അദാനിയുടെ മാസ്റ്റർ പ്ലേ ഗുജറാത്ത് കലങ്ങി മറിയുകയാണ്. 42 മണിക്കൂറുകൾ കൊണ്ട് ഇഡിയെ കളത്തിലിറക്കി അകത്തിട്ടത് ഗുജറാത്തിലെ കൊലക്കൊമ്പനെയാണ്. ഒരു പാതിരാവിലാണ് ഇത്തരത്തിൽ ഗുജറാത്തിനെ ഞെട്ടിച്ച സംഭവം അരങ്ങേറുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ കൊലകൊമ്പനെ പുട്ടിക്കൊണ്ട് അയാളുടെ സ്ഥാവര ജംഗമ വസ്തുവകകൾ പിടിച്ചെടുക്കാൻ അദാനി നോട്ടമിട്ടതാണ്. എന്നാൽ അന്നത് നടക്കാതെ പോവുകയായിരുന്നു. പറഞ്ഞു വരുന്നത് ഗുജറാത്തിലെ മുൻനിരയിലുള്ള പത്രമാധ്യമത്തെ കുറിച്ചാണ്. ഗുജറാത്ത് സമാചാർ എന്നാണ് ആ പത്രത്തിന്റെ പേര്. എന്നാൽ കടുത്ത മോദി BJP വിമർശനം തുടരുമ്പോഴും ഗുജറാത്തിലെ ഏറ്റവും പ്രചാരമുള്ള മാധ്യമമായി തുടരുകയാണ് സമാചാർ. സംസ്ഥാനത്തെ മിക്കവാറും മോദി ഭക്തർക്കും രാവിലത്തെ ചായക്കൊപ്പം ഗുജറാത്ത് സമാചാർ നിർബന്ധമാണ് എന്നാണ് മാധ്യമ പ്രവർത്തക ഷീല ഭട്ട് പോലും പറയുന്നത്. ഒരു നൂറ്റാണ്ടിനടുത്ത് പാരമ്പര്യമുള്ള പത്രം. ഇതേ കമ്പനിക്ക് കീഴിലുള്ള ഗുജറാത്ത് സമാചാർ ടെലിവിഷൻ എന്ന GSTVയും സംസ്ഥാനത്തെ മുൻനിര വാർത്താ ചാനലുമാണ്. ഒരു ED അറസ്റ്റിന്റെ പേരിൽ ദേശീയ തലത്തിൽ വാർത്തകൾ നിറയുകയാണ് ഇപ്പോൾ ആ മാധ്യമ സ്ഥാപനം. സമാചാർ സഹ ഉടമ ബാഹുബലി ഷായുടെ അറസ്റ്റാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മോദിയെ വിമർശിച്ച് പത്രം നൽകിയ വാർത്ത കേന്ദ്രത്തെയും BJPയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരുന്നു. 56 ഇഞ്ച് നെഞ്ചിന്റെ ഭീരുത്വം എന്നായിരുന്നു അന്ന് ആ പത്രം 1-ാം പേജിൽ നൽകിയ ലീഡ് വാർത്തയുടെ തലക്കെട്ട്. ഇതിനെതിരെ ഗുജറാത്തിലെ പത്രത്തിനെതിരെ BJPയുടെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വീടുകൾ തോറും ബഹിഷ്കരണ ക്യാമ്പയിൻ നടന്നു. എന്നാൽ ബാലാകോട്ടിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിച്ചപ്പോൾ 56 ഇഞ്ചിന്റെ ധീരത എന്ന് തലക്കെട്ട് നൽകി പത്രം ആ പ്രതിഷേധങ്ങളെയൊക്കെ അന്ന് തണുപ്പിച്ചു. 2015 ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ പുറത്തുവിട്ട വീഡിയോയുടെ പേരിൽ നേരത്തെ GSTV ചാനലും കേന്ദ്രത്തിന്റെ നടപടി നേരിട്ടിരുന്നു. ഗാന്ധിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ആര് എന്ന പേരിലുള്ള പ്രത്യേക പരിപാടിയായിരുന്നു അന്ന് പ്രകോപനം സൃഷ്ടിച്ചത്. പ്രോഗ്രാമിൽ രാജ്യത്തെ ആദരണീയമായ ഒരു സ്ഥാനത്തിരിക്കുന്ന നേതാവിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആരോപിച്ച് കേന്ദ്ര വാർത്താ പ്രക്ഷോഭണ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നു. ഘാതകൻ നാഥുറാം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രവണതയെ വിമർശിക്കുന്ന പരിപാടിയിൽ നരേന്ദ്രമോദിക്കെതിരെ നേരിട്ടൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നത് അന്ന് ശ്രദ്ധേയമായിരുന്നു. ഇനി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഡിവയറിനൊപ്പം ഗുജറാത്ത് സമാചാറിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ്. നിരന്തരം മോദി ഭരണകൂടത്തിനുമെതിരെ പോരാട്ടം നടത്തിയിരുന്ന ഒരു പ്രമുഖ പത്രം, അതും മോദി കോട്ടയിൽ പിന്നെ വെച്ച് വാഴിക്കുമോ? ഇല്ല എന്നാണ് ഈ അറസ്റ്റോടെ വ്യക്തമാക്കുന്നത്. മോദിയുടെയും BJPയുടെയും അടുപ്പക്കാരനായ ഗൗതം അദാനി ഗുജറാത്ത് സമാചാർ വിലക്കെടുക്കാൻ നീക്കം നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ED റെയ്ഡും അറസ്റ്റുമെല്ലാം എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. NDTVയും INSും എല്ലാം പിടിച്ചടക്കിയ മാതൃകയിലുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വിവരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സമാചാറിനെ അദാനി ഏറ്റെടുക്കാൻ പോകുന്നതായുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതേ പ്രചാരണമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഏറ്റുപിടിച്ചിരിക്കുന്നത്. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് നിർഭയം വിമർശിച്ച പത്രമാണ് ഗുജറാത്ത് സമാചാർ എന്ന് ആരോപിച്ച KC സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളെ ഭരണകൂടത്തിന്റെ വരുതിയിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ബാഹുബലി ഷായുടെ ED അറസ്റ്റ് എന്ന് വിമർശിക്കുന്നുണ്ട്. ഓരോ കമ്പനികളെയും സമ്മർദ്ദത്തിലാക്കി അദാനിക്ക് വിൽക്കാനുള്ള വഴിയൊരുക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന BJPയുടെ അതേ തന്ത്രം അത് തന്നെയാണ് ഇവിടെയും പയറ്റുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മുംബൈ എയർപോർട്ടിന്റെയും NDTVയുടെയും എല്ലാം കാര്യത്തിൽ സംഭവിച്ചതുപോലെ ആദ്യം അദാനി കമ്പനി നോട്ടമിടും. പിന്നാലെ EDയോ CBIയോ വന്ന് റെയ്ഡ് നടത്തി ഉടമകളെ അറസ്റ്റ് ചെയ്യും. മാന്ത്രികമെന്നോണം കമ്പനിയുടെ ഉടമസ്ഥാവകാശം അദാനിക്ക് കൈമാറിക്കൊണ്ടുള്ള കരാർ പിന്നാലെ വരും. ഈ സ്ഥിരം പരിപാടിയാകും ഗുജറാത്ത് സമാചാറിന്റെ കാര്യത്തിലും നടക്കാൻ പോകുന്നെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് KC വേണുഗോപാൽ. സ്വച്ഛാധിപത്യ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ ഗുജറാത്ത് സമാചാറിനും ബാഹുബലി ഷായ്ക്കുമൊപ്പം കോൺഗ്രസും ഉണ്ടെന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്.